എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മൂൺ കാർഡ്, ഹെർമിറ്റ് മോഡ്, ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് ഫോൺസ്, 8 ഓഫ് കപ്സ്, കിങ് ഓഫ് സോഡ്സ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മൂൺ എനർജി ആൻഡ് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഒരു പൊതുവെയുള്ളൊരു മനസ്സിന് കുറച്ച് നാളായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ചില സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കാത്തിരിക്കുകയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഗീവ് യുവർ സെൽഫ് സം ടൈം, കുറച്ച് ടൈം കൊടുക്കുക. ചില സമയം എന്ന് വെച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സമയമായിട്ടില്ല, വ്യക്തത കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അത് പതുക്കെ പതുക്കെ ഓരോ ഇതായിട്ട് ചുരുളഴിഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫൈനലി നമുക്ക് വ്യക്തത ഉണ്ടാവും. ആ വ്യക്തത ഉണ്ടാകുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തതക്കുറവ്, എല്ലാം ഒരു തെളിച്ചമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ബ്ലോക്കേജും കാണിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സ് എനർജിയാണ്. മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരടി മുന്നോട്ടേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ 2 അടി പുറകോട്ടേക്ക് വെക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾക്കൊരു വ്യക്തത ഇല്ലായ്മയൊക്കെ കാര്യങ്ങൾ. അതേപോലെ തന്നെ പല പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതിന് വ്യക്തമായിട്ടുള്ളൊരു ലോജിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു ലോജിക്കലായിട്ടുള്ള സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തും, എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചിന്തയും നിങ്ങളെ അലട്ടുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകുമ്പോൾ വരുന്നുണ്ടാവും. അപ്പോൾ മാറ്റത്തിൻ്റെ ഒരു സമയമാണ് ഈ ഒരു വർഷം. ഈ ഒരു വ്യക്തത ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ ആ ഒരു ധാരണ മുമ്പോട്ടേക്ക് പോകുമ്പോൾ വേണ്ട, മുന്നോട്ടേക്ക് പോകണ്ട എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് സാഹചര്യങ്ങളുമെങ്കിൽ, രണ്ടാമത് വേറൊരാൾ നിങ്ങളോട് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു കാരണവശാലും നിൽക്കരുത്. കാരണം ബാഹ്യമായിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ അതങ്ങനെയല്ല സിറ്റുവേഷൻസ്. ഇപ്പോൾ ഒരാൾ നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു, ചതിച്ചിട്ട് ഉള്ള സിറ്റുവേഷനാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ പണം കട്ടെടുത്തൊരു വ്യക്തിയായിരിക്കും, നിങ്ങളുടെ ബന്ധുവായിരിക്കാം. ചില സിറ്റുവേഷനിൽ ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, ക്ഷമിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കേട്ടിട്ട് നിൽക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് എന്നതിനനുസരിച്ച് നിൽക്കാം. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ലീവ് എന്ന് പറയുകയാണെങ്കിൽ വിട്ടിട്ട് പോവുകയാണ്. ഇത് ശരിയായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷം, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ. ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങളൊരു നമ്മൾ ദുരന്തം പോലെ അല്ലെങ്കിൽ പ്രാരബ്ധം പോലെ കൊണ്ടു നടക്കുകയാണ്. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇത് ബന്ധങ്ങളിൽ മാത്രമല്ല, ജോലിയാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ഇമോഷണൽ ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്, അല്ലാതെ ഈവൻ നിങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിൽ എല്ലാ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല മക്കളെ, അല്ലെങ്കിൽ ചില അച്ഛനും അമ്മ ചില സിറ്റുവേഷനിൽ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ മാറ്റത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇനിയൊരു ചാൻസ് കൂടി നോക്കാം, വീണ്ടും ട്രൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളതായിട്ട് മുന്നോട്ടേക്ക് പോവുക. പിന്നെ തീരുമാനം ഒരിക്കലും റഷ് ചെയ്തെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജോലിയായാലും ബന്ധങ്ങളായാലും ഏത് സിറ്റുവേഷൻസ് ആയാലും. ഓക്കെ, വീട്ടമ്മമാരെ സംബന്ധിച്ച്, പ്രായമായിട്ടുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിൻ്റെ സമയമാണെന്ന് പറയുന്നു ഈ ഒരു സമയം. മാറ്റം എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തമുള്ളൊരു മാറ്റമാണ്. ഒരു ഫേസ് നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ് പുതിയൊരു ഫേസിലേക്ക് പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ ഇതുവരെ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ചെയ്തിരുന്ന പ്രവൃത്തികൾ എല്ലാം മാറുകയാണ്. ഇപ്പോൾ ഒരാൾ വീട്ടമ്മയായിരുന്നു ഇന്നലെ വരെ എങ്കിൽ നാളെ മുതൽ വർക്കിംഗ് വുമണായിട്ട് മാറുകയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം നിങ്ങളത് തീരുമാനിക്കണം, ഓർപ്പിക്കണം.
അങ്ങനെയെങ്കിൽ മാത്രമാണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് വരെ കണ്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള ഒരു വ്യക്തിയല്ല, നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറുകയാണ്. ഇപ്പോൾ റിട്ടയർ ആയ ഒരു വ്യക്തി നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു ജോലിയായിട്ട് ആവാം, അങ്ങനെ ഒരു ചേഞ്ച് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ വളരെയധികം ആക്റ്റീവ് ആകുന്നു എന്നുള്ള രീതിയിലാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റെഡിയാണ് എന്നുള്ളത്. പിന്നെ ഇത് ചില ഫാമിലീസിൽ പറയുകയാണെങ്കിൽ വളരെയധികം എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. പക്ഷേ ആളുകളെ പുറത്തിറങ്ങാൻ ഭയം, ആളുകളെ, ഇതൊരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് കാര്യമൊന്നുമല്ല നമ്മൾ പറയുന്നത്, എന്താ സോഷ്യൽ ആങ്സൈറ്റി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആളുകളെ അഭിമുഖീകരിക്കാനുള്ളൊരു ഇത്. അപ്പോൾ ചില ആളുകൾക്ക് അത് പരിചയമുള്ള ആളുകളുടെ മുമ്പിൽ പോകാനായിരിക്കും, അവരുടെ ജീവിത സാഹചര്യം വെച്ചിട്ടാവാൻ ചിലപ്പോൾ അവരുടെ ചോദ്യശരങ്ങൾ, നമ്മൾ മലയാളികൾ എന്ന് നമ്മൾ പറയും, മലയാളികൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരിങ്ങനെയാണെന്ന്. എല്ലാ നാട്ടുകാരും അവർക്ക് അടുപ്പമുള്ള ആളുകൾ, പരിചയമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മലയാളികളുടെയോ ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകതയല്ല, പുറത്തുള്ള ഫ്രണ്ട്സ് ഉള്ളവർക്കാണെങ്കിൽ അറിയാം, പുറത്തും ഇത് തന്നെയാണ്. ജസ്റ്റ് അവോയ്ഡ് മറ്റ് അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ യാത്രകൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകൾ ഉള്ളിടത്തേക്ക് യാത്രകൾ പോവുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഷോർട്ട് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു വെക്കേഷനോ പോലെ പോകാം, വേറെ ഏതെങ്കിലും ദൂരസ്ഥലങ്ങളിലോ അതുപോലുള്ളൊരു സിറ്റുവേഷനിലോ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ളതും നോക്കാം. അതേപോലെ തന്നെ ഹെർമിറ്റ് മോഡ് ആൻഡ് നൈറ്റ് ഓഫ് ഓൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ വളരെ പക്വതയാർന്ന് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സമയം ചെലവഴിക്കണം, നിങ്ങൾ നിങ്ങളോട് കൂടിയിട്ട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ ചിന്തകൾ ആഴത്തിൽ ചിന്തിച്ച് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ നിയോഗം മനസ്സിലാക്കി പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയം ആണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നൈറ്റ് ഓഫ് വൺസ് എനർജി കണക്ഷൻ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഇനിയൊരു വെയിറ്റിംഗ് ഒന്നുമില്ല, തീരുമാനങ്ങളായി, എല്ലാം തീരുമാനിച്ചു, നിങ്ങൾ നല്ലൊരു എനർജി ബൂസ്റ്ററുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഫിസിക്കലി എക്സസൈസോ ജിമ്മിൽ പോവുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ, കോൾസ്, അതേപോലെ ഒത്തിരി സംസാരങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിതൊരു പുതിയൊരു പ്രൊജക്റ്റ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ബിസിനസ് ആവാം, ജോലിയിലാവാം, എന്തുമാവാം. മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്, കാരണം ഈ ഒരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ കൺട്രിയിലായിരിക്കും. അപ്പോൾ അവിടെ സേഫ്റ്റിയോ അവിടുത്തെ ആളുകളോ അവിടെ ഫിനാൻഷ്യൽ സേഫ്റ്റിയും അല്ലാതെയുള്ള നമ്മുടെ സേഫ്റ്റി ഉണ്ടല്ലോ, എല്ലാ അർത്ഥത്തിലും കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്, പോകണോ വേണ്ടയോ എന്നുള്ള. കുറച്ച് ക്രൈം റേറ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമായിരിക്കും ഫാമിലിയായിട്ട് പോകുന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധമോ കാര്യങ്ങളോ നടക്കുന്ന സിറ്റുവേഷൻ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുടെ ചിന്തകളും ആലോചനകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അത് നിങ്ങൾ പല പല കാരണങ്ങൾ നിങ്ങൾ ആലോചിച്ച് പിടിച്ച് നന്നായിട്ട് പോവുക. അതേപോലെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 8 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളൊരു മറ്റൊരാളെ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വീട്ടമ്മമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്, അതല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പാർട്ട് ടൈം ആയിട്ടെങ്കിലും ഒരു ജോലി, അതായത് നിങ്ങളുടെ ചിലവിനുള്ളതെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ല റിസൾട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു സമയമാണ്. എന്തെങ്കിലും റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ കാര്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്നതിൻ്റെ റിസൾട്ട് വളരെ നല്ലൊരു റിസൾട്ടായിരിക്കും വരാൻ ചാൻസസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെർമിഡ് എനർജിയാണ് ആൻഡ് കിങ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന കാര്യം ലഭിക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ആക്ടർ, TV ആക്ടർ, അല്ലെങ്കിൽ ഒരു ആക്ടർ ആയിരിക്കും, സിംഗറോ, അതെന്തോ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള എന്തോ അവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സാഹിത്യ അക്കാദമി അതോ അല്ലെങ്കിൽ ആ തലത്തിലുള്ളതോ അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരു അവാർഡ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ആക്ടിങ് അതേപോലെയുള്ള എന്തെങ്കിലും മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതോ പലതരത്തിലുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന ലെവലിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നല്ല എനർജിയാണ്.
എമിഗ്രേഷൻ്റെ പറ്റിയ സമയമാണ്. അപ്പോൾ അത് ശ്രമിക്കുന്നവർക്ക് ശ്രമിക്കാവുന്നതാണ്, പഠിക്കാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.